ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓവറോൾ അനാലിസിസ് നോക്കുകയാണ്. നമ്മൾ നോക്കുന്നത് BTC നോക്കും, ഗോൾഡ് നോക്കുന്നതായിരിക്കും, അതിനോടൊപ്പം തന്നെ US മാർക്കറ്റും നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ അനാലിസിസിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTC ആണ്. അപ്പോൾ BTC നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലേറ്റായി BTCയുടെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തു വെച്ചായിരുന്നു. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ BTCയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് BTCയിൽ വരിക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻഡിക്കേറ്ററിൽ പോയതിന് ശേഷം EMA 200 ആഡ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ BTCയുടെ ഒരു ലോങ് ടേം ചാർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഏതൊക്കെ പോയിന്റിൽ BTC 200 EMAയുടെ താഴെ വന്നതിന് ശേഷം അപ്സൈഡ് 200 EMAയുടെ സോറി ഫോർ ഇൻ്ററപ്റ്റിംഗ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഉള്ളിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യുവാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ഇത് നമ്മുടെ മെയിൻ ചാനലാണ്. അപ്പോൾ മെയിൻ ചാനലിൽ ഞാൻ എടുക്കുന്ന ഓരോ എൻട്രീസിൻ്റെയും പെർഫോമൻസ് ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എൻട്രീസ് ലൈവായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ ലിങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ ഉള്ള അതേ ചാനലിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കിട്ടും. അപ്പോൾ ഈ ഒരു ചാനലിനും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന എല്ലാ എൻട്രീസും നിങ്ങൾക്ക് റിയൽ ടൈം ആയിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളപ്പോൾ ബാക്കി വീഡിയോ കണ്ടോളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പെന്നും പേപ്പറും എടുത്ത് ബുക്കിൽ നിങ്ങൾ എഴുതി മനസ്സിലാക്കാനായിട്ടും കൂടി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ അത്രയ്ക്ക് പാടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല, ഇന്ന് വളരെ ബേസിക് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്സൈഡ് ഒരു ക്ലോസ് നമുക്ക് വീക്കിലി ക്ലോസ് നമുക്ക് കിട്ടുന്ന ടൈമിലെല്ലാം തന്നെ BTC പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് തരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് 2019 തൊട്ടെയാണ്. അപ്പോൾ 2019 ടൈമിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏരിയാസ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2017 ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2017 ചെക്കൗട്ട് ചെയ്യാം. 2017 ടൈമിൽ എന്താണ് നമുക്ക് സംഭവിച്ചത്? ആ ഒരു ടൈമിൽ BTCയെ കുറിച്ച് നമുക്ക് അധികം ആൾക്കാർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസൺസ് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിം തൊട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ 200 EMAയുടെ താഴെ മാർക്കറ്റ് വന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ക്ലോസ്, നമുക്ക് ഏതൊരു ഏരിയയിലാണ് നമുക്ക് 200 EMA ക്ലോസ് കിട്ടിയത്? നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് 200 EMAയുടെ ക്ലോസ് കിട്ടിയത്. അപ്പോൾ 200 EMAയുടെ ക്ലോസ് കിട്ടിയ സമയത്ത് നമുക്ക് എന്ത് എടുക്കാം? ഇവിടെ നമുക്കൊരു ബൈ എൻട്രി നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് BTCയിൽ ഓപ്ഷൻസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ചെയ്യാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. BTC നിങ്ങൾ ലോങ് ടേമിലേക്ക് നിങ്ങളൊരു അക്യുമുലേഷൻ സ്ട്രാറ്റജിയെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ ടൈമിലും BTC 200 ഡേ EMAയിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡ് വന്നതിന് ശേഷം അപ്പ് സൈഡിലോട്ട് വന്ന് അവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്ന് ക്ലോസ് വന്ന് നമുക്ക് 200 ഡേ EMAയുടെ മേളിൽ നമുക്ക് ക്ലോസ് കിട്ടിയത് ഏതൊരു ഏരിയയിലാണ്? നമുക്ക് ഈ ഒരു ഏരിയയിലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ബൈ നടത്താം. അതേപോലെ നമുക്ക് എത്ര ഇടത്ത് നമുക്ക് അതേപോലെ ബൈ വരുന്നുണ്ട്. സെക്കൻഡ് ടൈം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ബൈ നടത്താം. തേർഡ് ടൈം അതേപോലെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ബൈ നടത്താം. പക്ഷെ നമ്മൾ ആരും തന്നെ എന്ത് ചെയ്തില്ല? ഈ ഒരു ടൈമിലൊന്നും നമ്മൾ ബൈ ചെയ്തില്ല. ആ ഒരു ടൈമിൽ 2015 ടൈമിലൊന്നും നമുക്ക് എന്തറിഞ്ഞൂടാ, നമുക്ക് BTC എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള ടൈമിൽ നമുക്ക് ഇതേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാർക്കെങ്കിലും BTC എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് എന്താണെന്നതിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം, ഞാൻ ഒരിക്കലും പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ ക്യാപിറ്റൽ 200 ഡേ EMAയിൽ വന്ന് ക്ലോസ് ചെയ്ത് അപ്സൈഡ് ക്ലോസ് ചെയ്യുമ്പോൾ ബൈ ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ
ഒരു 5%ഓ അല്ലെങ്കിൽ ഒരു 3%ഓ നിങ്ങൾ ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന പെർസെൻറ്റേജിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് BTCയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏതൊരു ടൈമിലാണ് പിന്നെ BTC നമുക്ക് 200 EMAയുടെ താഴെ വരുന്നത്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് വരുന്നത് 2019 എന്നുള്ളൊരു റേഞ്ചാണ്. ആ ക്ലോസ് തന്നതിന് ശേഷം മാർക്കറ്റ് പിന്നൊരു മാസീവായിട്ടുള്ളൊരു ബുൾ റണ്ണിലോട്ട് പോയി. ആ ഒരു ബുൾ റണ്ണിലോട്ട് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് അതിൻ്റെ ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് 84% ഡ്രോപ്പ് BTC തന്നു. അതിനുശേഷമാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സംഭവിക്കുന്നത്, BTC 200 ഡേയുടെ EMAയുടെ മുകളിൽ വന്ന് പിന്നെ ക്ലോസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്നാണ് ക്ലോസ് ചെയ്യുന്നത്, 2019 നമുക്ക് ക്ലോസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു 2019 തൊട്ട് മാർക്കറ്റ് എപ്പോഴൊക്കെ 200 ഡേയുടെ താഴെ വന്ന് 200 ഡേ EMAയുടെ മുകളിൽ ക്ലോസ് തരുന്നു, അതിനുശേഷം ആ ഒരു ഏരിയ മാർക്കറ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയെ പിന്നെ മാർക്കറ്റ്, ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ബൈ എടുത്തതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലോയെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോ ഇനി ഒരിക്കലും ടേക്ക് ചെയ്യാത്തത് പോലെയാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 2019 തൊട്ടുള്ള ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലോസ് കിട്ടി, നമുക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ബൈ എൻട്രി അവിടെ എടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോയെ 200 ഡേ EMAയുടെ താഴെയുള്ള ലോയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആക്കി അവിടെ കീപ്പ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ലോയെ എന്തെങ്കിലും മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. ആ ഒരു ലോയെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ നെക്സ്റ്റ് ടൈം മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? ഇതെല്ലാം നമ്മൾ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഒരിക്കലും നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ നമുക്ക് ആ ഫണ്ടിൻ്റെ എന്തെങ്കിലും ഒരു യൂസ് വരുന്ന ടൈമിൽ മാത്രമേ നമ്മൾ ആ ഒരു ഫണ്ട് നമ്മൾ ബുക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈമിലാണ്, 2020 നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി വന്നു. അവിടെയും എന്ത് ചെയ്തു, 200 ഡേ EMAയുടെ താഴെ വന്നതിന് ശേഷം, വീക്ക്ലി ടൈം ഫ്രെയിമിൽ താഴെ വന്നതിന് ശേഷം അത് മുകളിലോട്ടൊരു ക്ലോസ് തന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ടോട്ടൽ അലോക്കേഷൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോയുടെ ഡൗൺ സൈഡിലൂടെ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, മാർക്കറ്റ് ഇനി എപ്പോഴാണ് 200 ഡേയുടെ താഴെ വന്ന് അവിടെ ക്ലോസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റ് വന്നത് എപ്പോഴാണ്, ഈ ഒരു ഏരിയയിലാണ്, 2022 ടൈമിലാണ്. അപ്പോൾ ഈ ഒരു 22 ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ലോ വന്നു, ഇവിടെ നമുക്ക് ക്ലോസ് കിട്ടി. ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി എടുത്ത ഏരിയ ആയിട്ട് വെക്കാം. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു, നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മുടെ BTC നമ്മളിപ്പോൾ ഒരു 2000 നമ്മൾ പറഞ്ഞു തുടങ്ങിയ കണ്ടീഷൻ വെച്ച് ഈ ഒരു ടൈം ഫ്രെയിം തൊട്ട് നമ്മൾ എടുത്തതിൻ്റെ എൻറ്റയർ പൊസിഷൻ്റെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. നിങ്ങൾ അങ്ങ് ബാക്കിലോട്ട് പോകേണ്ട. ആ 200 പ്രൈസ് ഒക്കെ 200 റേഞ്ചിൽ നിന്ന സമയമൊക്കെ നിങ്ങൾ നോക്കണ്ട. നിങ്ങളൊരു 2019 തൊട്ടുള്ള റേഞ്ചിനെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഈ ഒരു ടൈമിലൊന്നും നമ്മുടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈമിലൊന്നും BTC എന്താണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ. അപ്പം അവിടെ ഇതിൽ മോസ്റ്റ്ലി നടക്കുന്ന അക്യുമുലേഷൻസ് കാര്യങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് റിയാലിറ്റി നോക്കുവാണെങ്കിൽ 2000 ഈ ഒരു 18 ടൈം തൊട്ട് 18, 20, ഇപ്പോൾ വന്നേക്കുന്നത് 22. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ എൻറ്റയർ പൊസിഷൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഇതേപോലെ ട്രയൽ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ എപ്പോഴാണ് മാർക്കറ്റ് പിന്നെ നമുക്ക് ആ ഒരു ഏരിയ വന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ടൈമാണ്. ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ആണ്. 2026 മാർക്കറ്റ് എന്ത് ചെയ്തു, 200 ഡേ EMAയുടെ താഴെ മാർക്കറ്റ് വന്നു. താഴെ മാർക്കറ്റ് വന്നതിന് ശേഷം നമുക്ക് എവിടെ ക്ലോസ് കിട്ടി, നമുക്ക് ഈ ഒരു ഏരിയയിൽ ക്ലോസ് കിട്ടി. അവിടെ BTC നിൽക്കുന്ന പ്രൈസ് എത്രയാണ്, 72,000 റേഞ്ചിലാണ് BTCയുടെ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, BTCയെ നമുക്ക് ലോങ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മിസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് 72-ൽ തന്നെ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ബൈ ചെയ്യാം. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഹൈലി ലോങ് ടേമിലോട്ട് പോകുന്ന ഒരു അസറ്റ് ആയിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇനി എങ്ങാനും 59,000 താഴെ BTC വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ ഒരു എക്സിറ്റ് പ്ലാനും ഉണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇനി നെക്സ്റ്റ് ടൈം BTC 200 ഡേയുടെ മുകളിൽ വന്നതിന് ശേഷം, 200 ഡേയുടെ താഴെ വന്നതിന് ശേഷം തിരിച്ച് കയറുന്ന ടൈമിൽ നമുക്കൊരു ക്ലോസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 കഴിഞ്ഞിട്ട് ഇപ്പോൾ 26ലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ട് 2019 തൊട്ടുള്ള ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2019 നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നത് എപ്പോഴാണ്, 2020 തന്നെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം തന്നെ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് 200 ഡേയിലെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ള നമ്മുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ഗ്യാപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത്. BTC നമുക്ക് തന്നിട്ടുള്ള ഒരു 1 ഇയർ ഗ്യാപ്പ്. പിന്നെ 2020 നിന്ന് പിന്നെ നമുക്ക് ക്ലോസ് കിട്ടിയ എന്താണ്, 2022 അപ്പോൾ 2020 നിന്ന് നമുക്കൊരു ഈ ഒരു 2020, 21, 22 അപ്പോൾ നമുക്ക് എത്ര ഇയറിൻ്റെ ഗ്യാപ്പാണ് അവിടെ വരുന്നത്, നമുക്കൊരു 2 ഇയറിൻ്റെ ഗ്യാപ്പ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇനി നമുക്കിപ്പം 2022 കഴിഞ്ഞിട്ട് 23, 24, 25, 26 നമുക്ക് ഓൾമോസ്റ്റ് 4 ഇയറിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരുന്നത്, നമുക്ക് നെക്സ്റ്റ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് BTCയിൽ ഫോമായി വരുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ യൂട്ടിലൈസ് എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ്ലി ഇതിനെ ബൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് മൊത്തം യൂസ് ചെയ്തിട്ട് ബൈ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. എപ്പോഴൊക്കെ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴോ അപ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ BTCയുടെ അനാലിസിസ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഗോൾഡിൻ്റെയാണ്. ഗോൾഡിൻ്റെയും അതേപോലെ തന്നെ US30യുടെയും ഒരു വളരെ മൈന്യൂട്ട് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അനാലിസിസ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇത് രണ്ടിൻ്റെയും ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗോൾഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പാറ്റേൺസിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എക്സാക്ട്ലി ആ ഒരു രീതിയിലുള്ള പാറ്റേൺ നമുക്ക് ഗോൾഡിൽ ഫോം ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം ഗോൾഡ് സ്ലോ ആൻഡ് സ്റ്റഡി അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് US30 ആണ്. US30യിലും ഇന്ന് ഈ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ രീതിയിലുള്ള പാറ്റേൺ നമുക്ക് 15 മിനിറ്റ്, ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ BTCയുടെ കാര്യം ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്തത്. BTCയുടെ ഒരു 200 ഡേ മൂവിങ് ആവറേജ് ഇൻ വീക്കിലി ആണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോങ് ടൈമിലോട്ട് ആഡ് ചെയ്യാനോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ BTC ആഡ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക് യു.